ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ഒരു റീലെടുക്കാൻ സത്യത്തിൽ പോവുകയാണ് കേട്ടോ. അപ്പം എവിടെ പോകണമെന്ന് ചോദിച്ചപ്പം ഇവിടെ അടുത്ത് തന്നെ മൺട്രോ തുരുത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. കായലും ഇതൊക്കെ ആയിട്ട് നല്ല കണ്ടൽക്കാടൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റോഡ് വഴി തന്നെയാണ് വന്നത്. ഇത് രണ്ട് റൂട്ട് വഴി പോകാമെന്ന് പറഞ്ഞു. ഈ ജങ്കാർ വഴിയും പോകാം, അതേപോലെ ബൈ റോഡ് വഴിയും വരാം, അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പം റോഡ് വഴി വന്നു, തിരിച്ച് പോകുമ്പോൾ ജങ്കാർ വഴി പോകാം. അതായത് ഞാൻ ജങ്കാർ ഇതുവരെ കണ്ടിട്ടും ഇല്ലായിരുന്നു. അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം, നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമായിരുന്നു. അത് മാത്രമല്ല വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ബോട്ടിങ്ങിനും അതേപോലെ തോണിക്കൊക്കെ അത്രയും റേറ്റേ വരുന്നുള്ളൂ കേട്ടോ. ഒരു മണിക്കൂറിലേക്ക് 600 രൂപ അങ്ങനെയൊക്കെ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഏത് സ്ഥലത്ത് വേണമെങ്കിലും പോയിട്ടൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് പോയി വരാൻ പറ്റും. നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കണ്ടൽക്കാടിനിടയിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ശ്രീ ആണെങ്കിലും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ ക്രേസുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞങ്ങൾ രണ്ടാളും ഒരേപോലെ റീൽസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് പോയത്. അതിനുവേണ്ടി തന്നെ ഞങ്ങളുടെ 2 ചെക്കന്മാരുണ്ട്. ഞങ്ങൾ റീൽസിനും ഫോട്ടോസിനും വേണ്ടി തന്നെ അവരെ ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുകയാണ്. ഒന്ന് ഞങ്ങളുടെ കസിനാണ്, പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ടും. അപ്പോൾ അവരാണ് ഞങ്ങൾക്ക് റീൽസും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് തരുന്നതൊക്കെ അവരാണ്. കുറേ പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീഡിയോസൊക്കെ ആരാ എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ അടുത്തിടെ കുറച്ച് വീഡിയോസ് ഇറങ്ങി, ഇനിയും കുറച്ച് വീഡിയോസ് വരുന്നുണ്ട്. എഡിറ്റിങ്ങിലൊക്കെയാണ്, വീഡിയോസ് ഇനിയും വരാനുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു തോണിക്കാരനെയും കിട്ടിയിട്ടോ, അമ്പിളിച്ചേട്ടൻ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് നല്ല നല്ല സ്ഥലങ്ങൾ, പോസുകൾ എങ്ങനെയൊക്കെ പോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓരോ സ്ഥലത്തെത്തുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ നല്ല നല്ല പോസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല വൈകുന്നേരമാണ് എത്തിയത്, അതുകൊണ്ട് തന്നെ സൺസെറ്റും കാണാൻ പറ്റി. പിന്നെ വെയിലുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കറക്റ്റ് നല്ലൊരു ക്ലൈമറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തീരെ ഒരു ക്ഷീണമൊന്നുമില്ലാതെ നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് കിട്ടി. ഞങ്ങളിതുവരെ എവിടെയും ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എവിടെയും ഞങ്ങൾ പോയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആകെ ഒരു സ്ഥലം കാണാൻ പോയത് ഈ ഒരു സ്ഥലം മാത്രമാണ്, വേറെ എവിടെയും പോയില്ല. പിന്നെ കണ്ണൂർ പോയി വന്നു. അങ്ങനത്തെ കുറച്ച് ബിസിയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. എവിടെയും ട്രിപ്പൊന്നും പോകാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ട്രിപ്പായിട്ട് പോകുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾ എന്നും ബിസിയാണ് കേട്ടോ. എന്നും ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ട് താനും. വീട്ടിലിരുന്നിട്ടുള്ളൊരു ഇതും ഇല്ല. എന്നും എവിടെയും പോകുന്നുണ്ട്, പക്ഷേ ട്രിപ്പായിട്ട് എവിടെയായിട്ട് പോകുന്നില്ല. അതിനുള്ള സമയം ഞങ്ങൾ കണ്ടെത്തണം. ഇനി പ്ലാൻ ചെയ്യുന്നുണ്ട്. വേറെ ഞങ്ങൾ കുറച്ചൊന്ന് 2 പേഴ്സണൽ കാര്യങ്ങളായിട്ട് തിരക്കിലാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രിപ്പിൻ്റെ കാര്യം കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളത്. ശ്രീക്കാണെങ്കിലും വീഡിയോ എടുക്കലും ജോലിയും എല്ലാം കൂടി ആയിട്ട് ശ്രീയും നല്ല ബിസിയാണ്. ഞാനും ഇപ്പം ജോബിന് കയറാൻ പോവുകയാണ്. ഞാൻ കുറച്ച് ദിവസത്തേക്കൊരു ബ്രേക്ക് എടുത്ത് നിൽക്കുകയാണ്. എനിക്കും ജോബിന് കയറണം. ഈ ട്രിപ്പ് പോവുക, ഫോട്ടോസ് എടുക്കുക, റീൽസ് എടുക്കുക, ഇതിലൊക്കെ ഞാനും ശ്രീയും സെയിം വൈബാണ് കേട്ടോ. റീൽസൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്തിടും, സേവ് ചെയ്ത് വെക്കും. നമുക്കത് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യും. ഞങ്ങൾക്ക് സമയമില്ലാത്തൊരു കാരണം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ റീൽസൊക്കെ പെൻഡിങ് ആവുന്നത്. ഒരുപാട് റീൽസ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യും. നമുക്ക് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ വരുന്നുണ്ട്. യൂട്യൂബ് ചാനൽ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയില്ല. കാരണം എപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയാലും എന്തെങ്കിലും തിരക്കായി പിന്നെ വീഡിയോ സ്റ്റോപ്പ് ആവലാണ് പതിവ്. ഈ തവണയെങ്കിലും നല്ല രീതിക്ക് വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ ഒരാളോടും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ചെയ്യുന്നവർ ചെയ്തോട്ടെ എന്നുള്ള ഇതിൽ ഞാൻ നിൽക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല നല്ല വീഡിയോസ് വരട്ടെ, ഓട്ടോമാറ്റിക്കായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടും. പിന്നെ ശ്രീയുടെ ചാനൽ അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്ന ഒരു ചാനൽ തന്നെയാണ്. ശ്രീ വണ്ടിയുടെ വീഡിയോസാണ് കൂടുതൽ ചെയ്യുന്നത്. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും നല്ല നല്ല വീഡിയോസും ചെറിയ രീതിയിലുള്ള വരുമാനമൊക്കെ അവൻ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അവൻ വീഡിയോയിൽ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവന് സമയമില്ലാത്തത് കൊണ്ടാണ്. ആഗ്രഹം നല്ലൊരു യൂട്യൂബർ ആവണം എന്ന് തന്നെയാണ് അവൻ്റെ ആഗ്രഹം. പക്ഷെ അവനങ്ങനെ ഫേമസ് ആവണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവന് നല്ല നല്ല വീഡിയോസ് എല്ലാവരിലും എത്തിക്കാം, അറിവുകൾ പകർന്നു കൊടുക്കാം, അതൊക്കെയാണ് അവൻ്റെ ഒരു മൈൻഡിലുള്ളത്. ഇപ്പം തന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ചിലവർ ഇവിടെ ടൗണിലൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ട്, യൂട്യൂബർ അല്ലേ, വീഡിയോസ് കാണാറുണ്ടെന്ന് വന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും അവനെ അങ്ങനെ എല്ലാവരും തിരിച്ചറിയുന്ന കാണുമ്പം. കാരണം എൻ്റെ ഒരു ആഗ്രഹം അതായിരുന്നു. എല്ലാവരും നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ കൂടെ വന്ന് സംസാരിക്കണം, നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കണം, അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതിപ്പോൾ ശ്രീൻ്റെ അടുത്ത് നിന്ന് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അവനതൊന്നും വലിയൊരു ക്രേസായിട്ടില്ല. അവന് വീഡിയോസ് നല്ല രീതിക്ക് ചെയ്യണം, എല്ലാവരിലേക്കും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അതൊക്കെയാണ് അവൻ വിചാരിക്കുന്നത് കേട്ടോ. എന്നാൽ ഞങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഏകദേശം സെയിം വൈബാണ് കേട്ടോ. സെയിം വൈബ് എന്ന് പറഞ്ഞാൽ
ഇത്രയ്ക്ക് സെയിം വൈബുള്ളവരെ കിട്ടുമെന്ന് അറിയില്ല. എന്തോ ഞങ്ങൾ എല്ലാം കൊണ്ടും സെയിം വൈബാണ്. ഞങ്ങൾക്ക് ഒരു തരത്തിലും രണ്ടഭിപ്രായങ്ങൾ വരുന്നില്ല ഇതുവരെ. ഈ പറയാൻ പറ്റത്തില്ല മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനൊരു എല്ലാ കാര്യവും ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു ഒപ്പീനിയൻ കറക്റ്റായിരിക്കും. അല്ലാതെ അവനൊരു ഇത് എനിക്കൊരിത് അങ്ങനെ ഉണ്ടാവലില്ല. ഞങ്ങൾ ഒരേ രീതിയിലുള്ള ചിന്തയാണ് ഇതുവരെ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ലൈഫിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് കേട്ടോ. ഞങ്ങൾ ഏകദേശം സെയിം ആണ്, സെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയോണ്ടാണ് ഞങ്ങളിത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ ജങ്കാറിലും കയറി. ഞാൻ ജങ്കാർ ഇതുവരെ കണ്ടിട്ടുമില്ല, കയറിയിട്ടൊന്നും ഇല്ലായിരുന്നു. ആ ആഗ്രഹം കൂടെ അവരെനിക്ക് സാധിച്ചു തന്നിട്ട് എനിക്ക് കണ്ടു ഭയങ്കര സന്തോഷം. ഞാൻ സിനിമയിൽ നമ്മുടെ മായാവി സിനിമയിലൊക്കെ ആയിരുന്നു ഈ സംഭവം കണ്ടിട്ടുള്ളത്. ഇതിൽ കയറാൻ പറ്റുമോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എൻ്റെ ഫേസിൽ തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ യാത്ര. കാരണം ഞാൻ ഇതുവരെ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. ഇതൊക്കെ എനിക്ക് പുതിയ അനുഭവങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. അങ്ങനെ നല്ല കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.